നമസ്കാരം. ഇന്ത്യയെ മാലിദ്വീപിന്റെ മണ്ണിൽ നിന്നും തുരത്തിയ ചൈനയ്ക്ക് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് തായ്വാൻ. ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് തായ്വാൻ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരവും ബിസിനസ് യാത്രയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിൽ തായ്വാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ നടപടി ഉണ്ടാവുന്നത്. തായ്വാൻ ഉപവിദേശകാര്യ മന്ത്രി ചോങ് ക്വാങ് ടിയാൻ തായ്പേയിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 3000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന രാജ്യം കൂടിയാണ് തായ്വാൻ എന്ന് ഓർക്കുക. ഇന്ത്യക്കാർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി, പ്രത്യേകിച്ചും പഠനം, അതിനോടൊപ്പം തന്നെ ബിസിനസ്, വിദ്യാഭ്യാസം എന്നീ ആവശ്യങ്ങൾക്ക് തായ്വാൻ സന്ദർശിക്കുന്നതിന് വിസ ഓൺ അറൈവൽ നയം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. നിലവിൽ ഇന്ത്യക്കാർക്ക് തായ്വാനിലേക്ക് പോകുന്നതിന് മുൻപ് വിസ നേടേണ്ടതുണ്ട്. എന്നാൽ വിസ ഓൺ അറൈവൽ പോളിസി കൂടുതൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, രാജ്യത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് യാത്ര സുഗമമാക്കുകയും ചെയ്യും. തായ്ലൻഡും മലേഷ്യയും ഇതിനോടകം തന്നെ ഇന്ത്യക്ക് വിസ രഹിത യാത്ര വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തായ്വാൻ കൂടി ഈ നയം നടപ്പിലാക്കുന്നതോടെ ഇന്ത്യൻ സഞ്ചാരികൾ തായ്വാനിലേക്ക് ഒഴുകിയെത്തുമെന്ന് കൂടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, മാലിദ്വീപുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വഷളായതിന് തൊട്ടു പിന്നാലെ നിരവധി ഇന്ത്യൻ യാത്രികരായിരുന്നു യാത്ര റദ്ദ് ചെയ്തത്. മാലിദ്വീപിന്റെ ഈ അസാന്നിധ്യം കൃത്യമായി മുതലെടുക്കാൻ തന്നെയാണ് തായ്വാൻ പോലെയുള്ള രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, ചൈന ഇപ്പോഴും തായ്വാൻ അവരുടെ ഒരു ഭാഗമാണ്, അവരുടെ രാജ്യത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ തായ്വാന്റെ സ്വതന്ത്ര പരമാധികാരത്തെ ഒന്നും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഇതുവരെയും ചൈന. അതേസമയം തന്നെ ചൈനയുടെ തന്ത്രങ്ങൾക്കൊന്നും മുന്നിൽ കീഴടങ്ങാതെ പിടിച്ചു നിൽക്കേണ്ടത് തായ്വാനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയാണ്. ഇപ്പോഴും തായ്വാനും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളും മറ്റും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് തായ്വാന്റെ ഭാഗത്തു നിന്നും നിർണായകമായ, വളരെ ബോൾഡായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.